ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് മാത്സിലെ യൂണിറ്റ് 1. അതാണ് യൂണിറ്റ് 1. ആ യൂണിറ്റ് 1ന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തു. ഇന്ന് രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ നാളെ നമ്മൾ മൂന്നാമത്തെ പാർട്ടും കൂടെ ചെയ്യും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല പഠിക്കാൻ. സെറ്റ്സ് എന്താണെന്ന് മാത്രമേ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സെറ്റ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, നമ്മൾ എത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് ഈ സെറ്റ് എന്നുള്ളതാണ്. ഒരു സെറ്റ് നമ്മുടെ കൈവശമാണ്. ആ സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒരു സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിലെ എലമെന്റ്സിന്റെ എണ്ണത്തെയാണ് നമ്മൾ അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിൽ നൊട്ടേറ്റ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് സെറ്റ് ആണെങ്കിൽ അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം, നൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അത് രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെർട്ടിക്കൽ ബാർസിന്റെ ഉള്ളിൽ എക്സ് എഴുതിയിട്ടുള്ള നൊട്ടേഷൻ ആണ് ഫസ്റ്റ് നൊട്ടേഷൻ, അല്ലെങ്കിൽ ഹാഷ് എക്സ് എന്ന് എഴുതാം നമുക്ക്. സോ ഈ രണ്ട് രീതിയിൽ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ എന്താണ് കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എക്സ്. അല്ലെ, ഒരു എലമെന്റ് ഒന്നിലധികം തവണ എക്സിൽ എന്തായാലും ഒരു സെറ്റിൽ വരില്ല. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അവരെ കൂട്ടാൻ പറ്റില്ല. അപ്പം എത്ര ഡിസ്റ്റിങ് എലമെന്റ്സ് ആണ് എക്സിലുള്ളത് അതാണ് അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയി കൊടുത്തിട്ടുണ്ട് സെറ്റ് 1, 3, 7. ഈ ഒരു സെറ്റില് 3 എലമെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് അതിന്റെ കാർഡിനാലിറ്റി എത്രയാണ്, 3 ആണ്. ഇനി എം ടി സെറ്റ് എന്ന് വെച്ചാൽ 5 എന്ന് പറയുന്ന സെറ്റിൽ ആരെങ്കിലും ഉണ്ടോ, എം ടി സെറ്റ് ആണ് നമ്മൾ 5 യൂസ് ചെയ്യുന്നത്. അതായത് ഒരു എലമെന്റ്സും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എം ടി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സെറ്റ് കാർഡിനാലിറ്റി ഓഫ് 5 ഈക്വൽ ടു 0 നിങ്ങൾ ഈ പിപിടിയിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ 5 എന്ന് പറയുന്നത് എം ടി സെറ്റ്, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റ്. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് 5 എത്രയായിരിക്കും, ഒരു എലമെന്റും ഇല്ല, അപ്പൊ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി കാർഡിനാലിറ്റി ഓഫ് n എന്നുണ്ട്. n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ്, ഇങ്ങനെ തുടരുന്ന നമ്പേഴ്സിനെ എണ്ണൽ സംഖ്യകളെയാണ് എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും, കാർഡിനാലിറ്റി ഓഫ് n നമുക്ക് എണ്ണി എടുക്കാനാവില്ല, ഇത്രയും നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. സോ അത് ഇൻഫിനിറ്റി ആണ്. ഇനി സെറ്റ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. അതും നമുക്ക് എണ്ണി എടുക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട്. സോ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി ആണ്. ഇനി ക്യൂ നൊട്ടേറ്റ് ചെയ്യുന്നത് റാഷണൽ നമ്പേഴ്സിനെയാണ്. അപ്പൊ റാഷണൽ നമ്പേഴ്സും ഇൻഫൈനിറ്റ്ലി മെനി ഉണ്ട്. സോ കാർഡിനാലിറ്റി ഓഫ് ക്യൂ എത്രയാണ്, ഇൻഫിനിറ്റി ആണ്. അതിനടുത്ത സെറ്റ് 0. സെറ്റ് 0ൽ ആര് മാത്രം ഉണ്ട്, ഒരു എലമെന്റ് ഉണ്ട്, 0 എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി എത്രയാണെന്ന് പറയാം, 1 എന്ന് പറയാം. ഇനി 2 unequal or different sets may have same equal cardinality. രണ്ട് ഡിഫറെന്റ് സെറ്റ്സിന് ഒരേ കാർഡിനാലിറ്റി വരാം അല്ലെ. സെറ്റ് 1, 3, 5 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ്. സെറ്റ് 1, 3, 7 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ്. ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് സെറ്റുകളാണ്. കാരണം ഒന്നാമത്തെ സെറ്റിൽ മെമ്പേഴ്സ് ആരൊക്കെയാ, 1, 3, 5. രണ്ടാമത്തെ സെറ്റിൽ 1, 3, 7 ആണ്. ഓക്കെ, രണ്ടും ഡിഫറെന്റ് സെറ്റ്സ് ആണ്, പക്ഷെ അവരുടെ കാർഡിനാലിറ്റി എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പം ഡിഫറെന്റ് സെറ്റ്സിന് ഒരേ കാർഡിനാലിറ്റി വരാം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളിലേക്ക്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ്. അപ്പൊ നമ്മൾ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള കുറച്ച് റിലേഷൻഷിപ്സ് ആണ് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലൊന്ന് ഈക്വാലിറ്റി, രണ്ട് സെറ്റ്സ് എത്രയാണ് ഈക്വൽ ആവുക എന്നുള്ളത്. രണ്ട് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സൂപ്പർ സെറ്റ് ഓഫ് എ വൈ. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് സെറ്റ് തന്നു. എക്സ് വൈയുടെ സബ്സെറ്റ് ആണ് എപ്പോഴാണ് പറയാ, അല്ലെങ്കിൽ എക്സ് വൈയുടെ സൂപ്പർ സെറ്റ് ആണ് എപ്പോഴാണ് പറയാ. മൂന്നാമത്തേത് പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എന്താണ് സബ്സെറ്റ് അല്ല എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് അത് തുടങ്ങാലോ. ഇപ്പൊ നൊട്ടേഷൻസ്, ഡെഫിനേഷൻ, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ ഹെഡിങ് നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2 sets x and y are so or defined as equal. രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ആ രണ്ട് സെറ്റ്സിലെയും എലമെന്റ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ആ സെന്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സും വൈയും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ആ എക്സിലും വൈയിലും വരുന്ന മെമ്പേഴ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓർഡറൊന്നും പ്രശ്നമില്ല, എലമെന്റ്സിന്റെ ഓർഡർ എന്തായാലും പ്രോബ്ലം ഇല്ല. പക്ഷെ വരുന്ന ആൾക്കാർ എക്സിന്റെയും വൈയുടെയും ഉള്ളിൽ വരുന്ന ആൾക്കാരൊക്കെയും എന്തായിരിക്കണം,
ഈക്വൽ ആയിരിക്കണം, ഒരേ ആൾക്കാരായിരിക്കണം. ഇപ്പൊ അതിന്റെ അടിയിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതും. ഇനി അതിന് താഴെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. അങ്ങനെയാണ് ആ രണ്ട് കുത്തുണ്ടല്ലോ എക്സ്, രണ്ട് കുത്തിന് നമ്മൾ ഇങ്ങനെ വായിക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന സെറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ആരുടെ ഇടയിൽ വരുന്നത്? 1ന്റെയും 5ന്റെയും ഇടയിൽ വരുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എത്രേ ഉള്ളൂ? ആ ഒരു സെറ്റില് 1ഉം 5ഉം ഇൻക്ലൂഡഡ് ആണ്. 1ഉം 5ഉം നാച്ചുറൽ നമ്പർ ആണ്. 1ഉം 5ഉം അവിടെ എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ചിഹ്നം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെ ആ സെറ്റിൽ വരാം? വൈ എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെ വരാം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. 1 വരും. പിന്നെ 1ന്റെയും 5ന്റെ ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 വരും, 2 വരും, 3 വരും, 4 വരും, പിന്നെ ആരും കൂടെ വരും? 5ഉം കൂടെ വരും. അപ്പൊ വൈ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആരൊക്കെയാ? 1 2 3 4 5. ഇവര് തന്നെയല്ലേ എക്സിലുള്ളത്? ഇവര് തന്നെയാണ് എവിടെയുള്ളത്? എക്സിലും ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സും വൈയും എന്ത് സെറ്റ്സ് ആണ്? ഈക്വൽ ആണ്. അവര് രണ്ടുപേരും ഈക്വൽ സെറ്റ്സ് ആണ്. അത് അവിടെ തന്നെ പറയാം. ഇനി മൂന്നാമത് നമുക്കൊരു ഡബ്ല്യു വന്നിട്ടുണ്ട്. അവിടെ എലമെന്റ്സ് ആരൊക്കെയാ? 3 5 2 4 1. ഈ നേരത്തെ തന്ന എക്സിലെ എലമെന്റ്സ് തന്നെയല്ലേ ഡബ്ല്യൂലും വന്നിട്ടുള്ളത്? ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആ ഓർഡർ അങ്ങ് മാറ്റി തന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓർഡർ മാറ്റിയാൽ നോ പ്രോബ്ലം. ഇവിടെ എക്സിലുള്ള എലമെന്റ്സ് തന്നെയാണ്, 5 എലമെന്റ്സ് ഉണ്ടായിരുന്നു എക്സിൽ, അവർ തന്നെയാണ് എവിടെയുള്ളത്? ഡബ്ല്യൂലും ഉള്ളത്. സോ മെമ്പേഴ്സ് ഒക്കെ സെയിം ആയതുകൊണ്ട് എക്സും ഡബ്ല്യു എന്താണ്? ഈക്വൽ ആണ്. ഓൾറെഡി എക്സും വൈയും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഡബ്ല്യൂയും കൂടെ അതിന്റെ കൂടെ ഈക്വൽ ആയി. സോ ഈ 3 സെറ്റ്സും ഈക്വൽ സെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. വളരെ സിമ്പിൾ സാധനമാണ്. മെമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അത് എന്തായി മാറും? ഈക്വൽ സെറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി പോകുന്നു. എക്സ് ഈസ് ടു ബി എ സബ്സെറ്റ് ഓഫ് വൈ. എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ സബ്സെറ്റ് പേര് തന്നെ എക്സ് സബ്സെറ്റ് ഓഫ് വൈ. അതായത് എക്സ് വൈയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എക്സിലുള്ള എല്ലാവരും, എക്സ് എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാവരും എവിടെ ഉണ്ടായിരിക്കണം? വൈയിൽ ഉണ്ടായിരിക്കണം. എക്സ് എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാവരും എവിടെ ഉണ്ടായിരിക്കണം? വൈ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. അതാണ് അവിടുത്തെ കണ്ടീഷൻ. എക്സിൽ ആരൊക്കെ ഉണ്ടോ അയാളൊക്കെ എവിടെ ഉണ്ടായിരിക്കണം? വൈയിൽ ഉണ്ടായിരിക്കണം. Okay, instead of saying x is a subset of y, we may equivalently say y is a superset of y. Sorry, y is a superset of x. അതായത് എക്സ് വൈയുടെ സബ്സെറ്റ് ആണെന്ന് പറയുന്നതും വൈ എക്സിന്റെ സൂപ്പർ സെറ്റ് ആണെന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. എക്സ് വൈയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞാൽ എക്സിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? വൈയിലുണ്ട്. ഇതേപോലെയാണ് വൈ എക്സിന്റെ സൂപ്പർ സെറ്റ് ആണെന്ന് പറഞ്ഞാലും വൈ എക്സിന്റെ സൂപ്പർ സെറ്റ് ആണെന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്. എക്സിലെ എല്ലാ എലമെന്റ്സും എവിടെ വരണം? വൈയില് വരണം. റെഡിയാണോ? അപ്പൊ സൂപ്പർ സെറ്റും സബ്സെറ്റും എന്താന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വൈ. എക്സ് എവിടെയുണ്ട്? വൈയിലുണ്ട്. എക്സിലുള്ള എല്ലാ എലമെന്റും എവിടെയുണ്ട്? വൈയിലുണ്ട്. ഓർ നമുക്ക് എന്ത് പറയാം? വൈ കണ്ടെയ്ൻസ് എക്സ്. വൈ ആരെ കണ്ടെയ്ൻ ചെയ്യുന്നു? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. വൈയിൽ എക്സിലുള്ള എല്ലാവരും ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നൊട്ടേഷനും അവിടെ കാണിച്ചിട്ടുണ്ട്. നൊട്ടേഷൻ എക്സ് സബ്സെറ്റ് ഓഫ് വൈ ഈസ് യൂസ്ഡ് ഫോർ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ. അപ്പൊ ആ നൊട്ടേഷൻ ഓർത്ത് വെക്കുക. ആകെ കർവ്ഡ് പോലെയുള്ള ഈ ഒരു കുഞ്ഞി സാധനം അല്ലെ, എക്സ് സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ്. ആ നൊട്ടേഷനും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിന്റെ എക്സാമ്പിൾസിലേക്ക് നമ്മൾ പോവാണ്. ഇതിന്റെ എക്സാമ്പിൾസിലേക്ക്. ഓക്കെ, എക്സാമ്പിൾസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ. എക്സ് എന്ന് പറയുന്ന സെറ്റ് എ ഇ ഐ എന്നിവരെ കണ്ടെയ്ൻ ചെയ്യുന്നു. ആൻഡ് വൈ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. വൈ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വവൽസിന്റെ സെറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വവൽസ് ആണ് എ ഇ ഐ ഒ യു അല്ലെ. എ ഇ ഐ ഒ യു 5 പേരുണ്ട്. ആ 5 പേരിൽ 3 പേര് എ ഇ ഐ എവിടെയുണ്ട്? എക്സിലുണ്ട്. എക്സ് എന്ന് പറയുന്ന സെറ്റിലെ കംപ്ലീറ്റ് എലമെന്റ്സ് 3 പേരുണ്ട് എ ഇ ഐ. ഈ 3 പേരും എവിടെയുണ്ട്? എന്റെ വൈ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? എക്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് വൈ. എക്സ് ആരുടെ സബ്സെറ്റ് ആണ്? വൈയുടെ സബ്സെറ്റ് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എക്സിലുള്ള എല്ലാവരും വൈയിലുണ്ട്. സോ എക്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ വൈ എക്സിന്റെ എന്താണ്? സൂപ്പർ സെറ്റ് ആണ്. ക്ലിയർ ആണോടാ?
അതുപോലെ നമുക്ക് പറഞ്ഞോളൂ ഏത് സെറ്റും അതിന്റെ തന്നെ എന്താണ് സബ്സെറ്റ് ആണ്. കാരണം എന്താ, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന എ ഇ ഐ എന്ന് പറയുന്ന സെറ്റ് എടുത്തു, ഈ എയും ഇയും ഐയും എക്സിൽ തന്നെ ഉണ്ടല്ലോ, എക്സിലുള്ള എല്ലാ എലിമെന്റ്സും എക്സിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സബ്സെറ്റിന്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് പറയാം എക്സിലുള്ള എല്ലാ എലിമെന്റ്സും എക്സിലുള്ളത് കൊണ്ട് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെൽഫ്. എക്സ് അതിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. കണ്ടോ, അതവിടെ നൊട്ടേറ്റും ചെയ്തിട്ടുണ്ട്, എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്നുള്ളത്. സെക്കൻഡ് പോയിന്റ് എക്സാമ്പിളിലെ സെക്കൻഡ് പോയിന്റ് അതവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ അതവിടെ. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുവാണെങ്കിൽ എക്സ് ഈസ് സെഡ് ടു ബി എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വൈ. എക്സ് എന്നത് വൈയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാ എപ്പോഴാണ്, ഈ ഒന്നാമത്തെ കണ്ടീഷൻ എവരി എലമെന്റ് ഓഫ് എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് വൈ. എക്സിലെ എല്ലാ എലമെന്റും വൈയിലെ എലമെന്റ് ആണ്. അത് നമ്മൾ സബ്സെറ്റിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു. എക്സിലെ ഓരോ എലമെന്റും എവിടെ ഉണ്ടായിരിക്കണം, വൈയിൽ ഉണ്ടായിരിക്കണം. എക്സ് പ്രോപ്പർ സബ്സെറ്റ് ആണ് എപ്പോഴാ പറയാ, എക്സിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവും, വൈയിൽ ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഓഫ് വൈ വിച്ച് ഡസന്റ് ബിലോങ്സ് ടു എക്സ്. എക്സിൽ ഇല്ലാത്ത ഒരു എലമെന്റ് എങ്കിലും വൈയിൽ ഉണ്ടായിരിക്കണം. എക്സിൽ ഇല്ലാത്ത ഒരു എലമെന്റ് എങ്കിലും എവിടെ ഉണ്ടായിരിക്കണം, വൈയിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള സബ്സെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോപ്പർ സബ്സെറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിന്റെ കേസിൽ എക്സ് ആരായിരുന്നു, സെറ്റ് എ ഇ ഐ ആയിരുന്നു. വൈ എന്ന് പറയുന്നത് വവൽസിന്റെ സെറ്റ് എ ഇ ഐഒയു ആണ് ആ സെറ്റ് എന്ന് പറയുന്നത്. ഈ വൈയിൽ നമ്മുടെ എക്സിലില്ലാത്ത രണ്ട് എലമെന്റ്സ് വന്നു, ഓയും യുവും. ഇത് രണ്ടും എവിടെ ഇല്ല, എക്സിലില്ല. എക്സിലെ എല്ലാ എലമെന്റ്സും എയും ഇയും ഐയും വൈയിൽ വന്നു, പക്ഷേ വൈയിലുള്ള രണ്ടു പേര് എവിടെ ഇല്ല, എക്സിലില്ല. അപ്പൊ അങ്ങനെയുള്ള സെറ്റുകളാണ് പ്രോപ്പർ സബ്സെറ്റ്. സോ ഒന്നാമത്തെ എക്സാമ്പിളിലെ എക്സ് നമ്മുടെ വൈന്റെ എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്തും പറയാം, വൈ എക്സിന്റെ പ്രോപ്പർ സൂപ്പർ സെറ്റ് ആണ് എന്നും എന്ത് ചെയ്യാം, പറയാം. അപ്പൊ ഈ കേസിലെ നൊട്ടേഷനും നിങ്ങൾ നോട്ട് ചെയ്യുക. നേരത്തെ നൊട്ടേഷനിൽ സാധാ സബ്സെറ്റ് പറയുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു കർവ്ഡ് സാധനത്തിന്റെ അടിയിലായിട്ട് ഒരു വര കൂടെ വരയ്ക്കും. അതായത് എക്സും വൈയും ഈക്വലും ആവാം എന്നൊരു അർത്ഥമാണ് അവിടെ ഉള്ളത്. എന്നാൽ ഇവിടെ നോക്കൂ, ഈ നൊട്ടേഷനിൽ, ഇവിടെയുള്ള നൊട്ടേഷനിൽ എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് വൈയില് ആ ഒരു കർവ്ഡ് സാധനത്തിന്റെ അടിയിൽ എന്തില്ല, വരയില്ല. അത് അവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പ്രോപ്പറിന്റെ കേസിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസിലേക്ക് പോവാം. എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോ. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഈവൻ ഡെസിമൽ ഡിജിറ്റ്സ്. എക്സ് എന്ന് പറയുന്നത് ഈവൻ ഡെസിമൽ ഡിജിറ്റ്സ് ആണ് കൊടുത്തു. വൈ സെറ്റ് 9. അപ്പം ഈവൻ ഡെസിമൽ ഡിജിറ്റിന്റെ സെറ്റ് ആണ് ഇത് അല്ലെ. നമുക്കറിയാം ആകെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, ഡെസിമൽ ഡിജിറ്റ്സ് ഉണ്ട്, 10 ഡെസിമൽ ഡിജിറ്റ്സ് ഉണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 9, ഇത്രയും 10 ഡെസിമൽ ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇവൻ ഡെസിമൽ ഡിജിറ്റ്സിന്റെ സെറ്റ് ആണ്. അപ്പം ഇവൻ ആയിട്ട് വരുന്നത് 0ഉം 2ഉം 4ഉം 6ഉം 8ഉം ആണ്. വൈ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഡെസിമൽ ഡിജിറ്റ്സ്, എല്ലാ ഡെസിമൽ ഡിജിറ്റ്സിന്റെയും സെറ്റ് ആണ് വൈ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്ന സെറ്റിൽ 0, 2, 4, 6, 8 ഇത്രയും എടുക്കുകയാണെങ്കിൽ 1 എവിടെയില്ല, എക്സിലില്ല. വൈ എന്ന് പറയുന്ന സെറ്റിൽ എക്സിൽ ഇല്ലാത്ത എലമെന്റ്സ് ഉണ്ട്, എന്നാൽ എക്സിലെ എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്, വൈയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്ന ഇയാള് വൈയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വൈ നൊട്ട് ചെയ്യുക പ്രോപ്പർ ആണെങ്കിൽ ഇതാ ഈ ചിഹ്നം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ എന്ന് വരുവാണ് കേട്ടോ. സോ എവരി ഈവൻ ഡെസിമൽ ഡിജിറ്റ് ഈസ് ഓൾസോ എ ഡിജിറ്റ്. അപ്പം ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. സോ ഈ എക്സ് വൈയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അതിന്റെ റീസൺ ആണ് അവിടെ അടിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, എക്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് വൈ denotes the fact that x is not a subset of y. For showing x is not a subset of y, we need to show that only there is one element of x which does not belongs to y. അതായത് ഇവിടെ മുതൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വായിക്കാം. ഇവിടെ വരെ നമ്മുടെ നേരത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ടാണ്. ഇത് നമുക്ക് പുതിയതായ ഒരു കൺസെപ്റ്റ് ആണ്. സോ എക്സ് എന്ന് പറയുന്ന സെറ്റ് വൈ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് അല്ല എന്ന എപ്പോഴാണ് പറയുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു സെറ്റിന് എക്സാം വൈ എന്ന് പറയുന്നത് 2, 3, 5, 7 ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ എക്സിലുള്ള എല്ലാ എലമെന്റ്സും വൈയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ആര് വന്നില്ല? 1 വന്നില്ല. അപ്പൊ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ 1 എന്ന് പറയുന്ന എലമെന്റ് എവിടെ വന്നില്ല? വൈ എന്ന് പറയുന്ന സെറ്റിൽ വരാത്തത് കൊണ്ട് തന്നെ 1 എവിടെയുണ്ട്? എക്സിലുണ്ട്. പക്ഷേ 1 എവിടെ ഇല്ല? വൈയിലില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് വൈയുടെ സബ്സെറ്റ് അല്ല. എക്സ് വൈയുടെ സബ്സെറ്റ് അല്ല. എക്സ് എന്ന് പറയുന്ന സെറ്റില് വൈയിലുള്ള എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും വൈയിലില്ല എങ്കിൽ അതെന്താകില്ല?
സബ്സെറ്റ് ആവുകയില്ല. സബ്സെറ്റ് ആവണമെങ്കിൽ എക്സിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടായിരിക്കണം? വൈയിൽ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അപ്പൊ ആ ഒരു രണ്ടാമത്തെ നൊട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിൽ കരുതുക. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എവിടെ കരുതുക? ഈ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടുപോകുക കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു സെറ്റ് 1 5 10 15 ആൻഡ് വൈ ഈക്വൽ ടു 1 12 14 15. നമുക്ക് ഷോ ചെയ്യണം എക്സ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് വൈ എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? 1 എക്സിലുള്ള 1 എവിടെയുണ്ട്? വൈയിലുണ്ട്. എക്സിലുള്ള 5 എവിടെ ഇല്ല? എക്സിലുള്ള 15 എവിടെയുണ്ട്? വൈയിലുണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ 2 പേര് 5ഉം 10ഉം എവിടെയില്ല? വൈയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് വൈ എന്ന്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരെ വരുന്നത്. ഓക്കെ, for being proper subset is not remark എന്താണ്? There is no complete standardization of the notation of a subset. Some use this symbol. അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻ ഒന്നും സബ്സെറ്റിനില്ല. പൊതുവെ നമ്മൾ ഇതാ ഈ ചിഹ്നമോ അല്ലെങ്കിൽ ഈ ചിഹ്നമോ ആണ് സബ്സെറ്റിന്. സബ്സെറ്റ് ഓഫ് വൈ അതല്ലെങ്കിൽ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെയാണെങ്കിൽ എക്സ് വൈയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. രണ്ടാമത്തെ കേസ് ആണെങ്കിൽ എക്സ് വൈയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഇതാകുമ്പോൾ എല്ലാ കണ്ടീഷനും ഇൻക്ലൂഡ് ചെയ്യും. എക്സ് പ്രോപ്പറോ ഇംപ്രോപ്പറോ എന്ത് വേണമെങ്കിലും ആകാം. എക്സും വൈയും ഈക്വലും ആവാം എന്നൊരു മീനിങ് കൂടെ ഈ ഒന്നാമത്തെ നൊട്ടേഷൻ ഉണ്ട്. സോ അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ വൈ ആ നൊട്ടേഷൻ ഒന്ന് ഫെമിലിയർ ആയിരുന്നാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് സ്പെഷ്യൽ സെറ്റ്സുകളെ പറ്റിയാണ് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ നമ്മൾ കുറെ സെറ്റുകൾ എടുത്തു വെച്ചു. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, സെറ്റ് 1 2, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് 5 6. അപ്പൊ ഈ 3 സെറ്റുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റിനെയാണ് അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറെ സെറ്റുകൾ ഒരുമിച്ചെടുത്തു വെച്ചു. ഈ സെറ്റുകളിലുള്ള എല്ലാ എലമെന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സൂപ്പർ സെറ്റ് എന്ന് പറയാം. അപ്പൊ ഇവരെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് യു ഈക്വൽ ടു 1 2 3 4 5 6. ഇതാണ് നമ്മുടെ വലിയ സെറ്റ്. എയിലുള്ള എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ബിയിലുള്ളവരെ കണ്ടെയ്ൻ ചെയ്യുന്നു, സിയിലുള്ളവരെയും കണ്ടെയ്ൻ ചെയ്യുന്നു. സോ ഈ എഴുതിയിരിക്കുന്ന യുവിനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു 7 ഇടണം എന്ന് വിചാരിച്ചോ, യുവിൽ ഒരു 7 കൂടെ ഇടണം എന്ന് വിചാരിച്ചോ, യു ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 1 2 3 4 5 6 7. ഇതാണെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ യുവിൽ രണ്ടാമത് ഞാൻ എഴുതിയിട്ടുള്ള യുവിലും നമ്മുടെ എ ബി സി എന്ന് പറയുന്ന 3 സെറ്റുകളിലെയും എല്ലാ എലമെന്റ്സും വരുന്നുണ്ട്. എക്സ്ട്രാ ഒരാളും കൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ പ്രശ്നം. അല്ല, എക്സ്ട്രാ ആരെങ്കിലും കയറി വന്നാൽ പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റുകളിലെ എല്ലാ എലമെന്റ്സും നമ്മുടെ യുവിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെ നിർബന്ധമായിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ സെറ്റ് എടുത്തു വെച്ചോ ആ സെറ്റുകളൊക്കെയും നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കണം. ഇതാണ് അവിടുത്തെ ഒരു ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി എന്താണ് എം ടി സെറ്റ്? ഓൾറെഡി നമ്മൾ 5 കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷെ ഇപ്പോഴാണ് അതിനെപ്പറ്റി പറയുന്നത്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെയാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും, വോയിഡ് സെറ്റ് എന്നും ഒക്കെ പറയും. ആരെ? എം ടി സെറ്റിനെ. അപ്പൊ എം ടി സെറ്റ് ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക. സെറ്റിന്റെ സിമ്പലിന്റെ ഉള്ളിൽ ആരും ഇല്ല, ബ്ലാങ്ക് ആയിട്ടേക്ക്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? വൈ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ട് നൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 9. എക്സ് ഒരു ഈവൻ ഇന്റിജറും ആവണം, അതിന്റെ സ്ക്വയർ എന്തിനും ഈക്വൽ ആവണം? 9ഉം ഈക്വൽ ആവണം. അങ്ങനത്തെ ഇന്റിജർ ഉണ്ടോ? ഏതെങ്കിലും ഒരു ഈവൻ ഇന്റിജറിന്റെ സ്ക്വയർ 9 ആവോ? ഇന്റിജറിന്റെ സ്ക്വയർ 9 ആവുന്ന കേസ് ഉണ്ട്, 3ഉം -3ഉം അല്ലെ. പക്ഷെ ഏതെങ്കിലും ഒരു ഈവൻ ഇന്റിജറിന്റെ സ്ക്വയർ 9 ആവോ? ഒരിക്കലും ഇല്ല. ഒരു ഈവൻ ഇന്റിജറിന്റെ സ്ക്വയർ ഒരിക്കലും എന്താവില്ല? 9 ആവുകയില്ല. ഏതെങ്കിലും ഒരു ഇന്റിജറിന്റെ സ്ക്വയർ 9 ആകണമെങ്കിൽ ആ ഇന്റിജർ ഒന്നെങ്കിൽ 3 ആവണം അല്ലെങ്കിൽ -3 ആവണം. ഇവര് രണ്ടുപേരും ഓടാണ്. സോ ഒരിക്കലും ഒരു ഈവൻ ഇന്റിജറിന്റെ സ്ക്വയർ 9 ആവുകയില്ല. അതുകൊണ്ട് എസ് എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് ഒരു എലമെന്റും കിട്ടൂല. അതുകൊണ്ട് ഇതൊരു എം ടി സെറ്റ് ആണ് നമുക്ക് പറയാം. റെഡിയാണോ? ഇതൊരു എം ടി സെറ്റ് ആണ് നമുക്ക് പറയാം. നമ്പർ ഓഫ് എലമെന്റ്സ്, കാർഡിനാലിറ്റി നൾ സെറ്റിന്റെ എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് 5 എന്ന് പറയുന്ന സെറ്റിൽ എം ടി സെറ്റ് ആണല്ലോ, ഒരാളും ഇല്ലാലോ, ഒരു എലമെന്റും ഇല്ലാത്തതുകൊണ്ട് ഈ 5 എന്ന് പറയുന്ന സെറ്റ് എല്ലാവരുടെയും ഏത് സെറ്റ് എടുത്താലും അയാളുടെയും ഏത് സെറ്റിന്റെയും എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. കാരണം ഒരു എലമെന്റും ഇല്ല. എലമെന്റ് ഉണ്ടെങ്കിലല്ലേ ഇത് നമ്മുടെ എക്സിൽ ഉണ്ടോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമുള്ളൂ. എക്സ് എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ 5 ആരെങ്കിലും വേണം. 5 ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആയി 5 ചൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അടുത്തത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ആസ് 5 ആൻഡ് എ സെറ്റ് എക്സ് ഇറ്റ്സെൽഫ് ആർ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഒന്ന് 5, മറ്റൊന്ന് എക്സ് തന്നെ. എന്നാൽ ദീസ് 2 സബ്സെറ്റ്സ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് പ്രോപ്പർ സബ്സെറ്റ്. എന്നാൽ ഇവരെ രണ്ടുപേരെയും നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഒരു സെറ്റ് തന്നു വിചാരിച്ചോ, ഈ സെറ്റ് നമുക്ക് സബ്സെറ്റ്സ് ആരൊക്കെയാണ്? അപ്പൊ നമ്മൾ ഇതിന്റെ സബ്സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് 5 ആയിരിക്കും അതിന്റെ സബ്സെറ്റ്, മറ്റൊന്ന് ഈ സെറ്റ് എക്സ് വരും, സെറ്റ് 2 വരും, സെറ്റ് 3 വരും അല്ലെ. 1 ഇതിന്റെ സബ്സെറ്റ് ആണ്.
സെറ്റ് ടു ഒറ്റ എലമെന്റ് ഉള്ളൂ, 2 ആണ്. 2 എവിടെയുണ്ട്? എക്സിലുണ്ട്, സബ്സെറ്റ് ആണ്. അതുകൊണ്ട് സെറ്റ് 2. സെറ്റ് 3യും സബ്സെറ്റാ. സെറ്റ് 1,2 സബ്സെറ്റ് ആയി വരും, കാരണം ഈ സെറ്റിലെ 2 പേര് 1ഉം 2ഉം എക്സിലുണ്ട്. സെറ്റ് 1 3 വരും, സെറ്റ് 1 3 വരും, സെറ്റ് 2 3യും വരും. ഓക്കെ, ഇത്രയും പേര് എവിടെ വരുന്നുണ്ട്? ഇതിന്റെ സബ്സെറ്റ് ആയി വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 പേരെ ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം കേട്ടോ. പ്രോപ്പർ സബ്സെറ്റുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ചില ടെക്സ്റ്റുകളിൽ 5യും അല്ലെങ്കിൽ ടെക്സ്റ്റുകളിൽ നിന്നല്ല, ജനറലി നമ്മൾ 5യെയും പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു പേപ്പറിൽ 5യെയും പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനെ ഒന്ന് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5ഉം എക്സും പ്രോപ്പർ അല്ല എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താലും നമ്മൾ +1 +2 പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 5 ഒരു പ്രോപ്പർ സബ്സെറ്റ് ആയിട്ടാണ് സെറ്റിന്റെ. പക്ഷേ ഈ കേസിൽ 5ഉം എക്സും പ്രോപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിപ്പോ ആ ഒരു ഓദറിന്റെ ഒക്കെ ഒരു ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒരു മാറ്റാറുണ്ട്. സോ അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളിപ്പം പഠിക്കേണ്ടത് 5ഉം എക്സും എന്തല്ല പ്രോപ്പർ സബ്സെറ്റ് അല്ല, കാരണം നിങ്ങളുടെ പേപ്പറിൽ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിന് മുന്നേ പഠിച്ചവർക്ക് ചിലപ്പോൾ ഒരു സംശയം വരും, അതുകൊണ്ടാണ് ഞാൻ അതവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പവർ സെറ്റ് എന്താന്ന് പറയാം. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ നേരത്തെ എന്ത് ചെയ്തു, ഇവിടെ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിന്റെ സബ്സെറ്റ്സുകളൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 5 എക്സ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3 ഇങ്ങനെ എഴുതിയിട്ടില്ലേ? ഇയാളെ പവർ സെറ്റ് 1 2 3 ആണ്, സെറ്റ് 1 2 3 ആണ്. അപ്പൊ ഈ എയുടെ എക്സ് തന്നെ സോറി എ ആണല്ലോ, എ ആയിട്ടാണ് ഞാൻ എടുത്തത്. സോ എ തന്നെ എടുത്ത് എഴുതി. എ ആണ് സെറ്റ് 1 2 3 അയാൾ എഴുതി. ഇനി സെറ്റ് 1 ഇതിന്റെ സബ്സെറ്റ് ആണ്, സെറ്റ് 2 ഇതിന്റെ സബ്സെറ്റ് ആണ്, സെറ്റ് 3 ഇതിന്റെ സബ്സെറ്റ് ആണ്, സെറ്റ് 1 2 സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 1 3 ഉണ്ട്, സെറ്റ് 2 3 ഇത്രയും പേര് ഇതിന്റെ സബ്സെറ്റ്സ് ആണ്. ഈ സബ്സെറ്റുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ ആ സബ്സെറ്റ്സുകൾ ഫോം ചെയ്യുന്ന സെറ്റിനെയാണ്, സബ്സെറ്റ്സുകൾ എലമെന്റ്സ് ആയി വരുന്ന വലിയൊരു സെറ്റിനെയാണ് നമ്മൾ അതിന്റെ എന്ന് പറയുന്നത് കുഞ്ഞി സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ 2 എന്ന് നോട്ടേറ്റ് ചെയ്യും. 2 എന്ന് പറഞ്ഞാൽ എയുടെ പവർ സെറ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്, ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് ഇതിന്റെ കാർഡിനാലിറ്റി എന്നുള്ളത്? എ എന്ന് പറയുന്ന സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ n ഓഫ് പി ഓഫ് എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്നാൽ 2n. n ആണ് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമെങ്കിൽ 2n നമ്പർ ഓഫ് എലമെന്റ്സ് അതിന്റെ പവർ സെറ്റിൽ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിയാൽ എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ട്. ഈ ഫോർമുല പ്രകാരം പവർ സെറ്റിൽ 2�3 = 8 എലമെന്റ്സ് വരണം. എണ്ണി നോക്കിക്കേ, 1 2 3 4 5 6 7 8 എലമെന്റ്സ് ആണ് പവർ സെറ്റിൽ വന്നിരിക്കുന്നത്. നമ്മുടെ സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിൽ 2n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇനി എന്റെ സെറ്റിൽ 2 എലമെന്റ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക. ഈ n = 2, ഞാൻ എടുത്ത സെറ്റിൽ വെറും 2 എലമെന്റ്സേ ഉള്ളൂ എങ്കിൽ അതിന്റെ പവർ സെറ്റിൽ പവർ സെറ്റ് ഓഫ് ദാറ്റ് സെറ്റ്, ഓക്കെ, പവർ സെറ്റ് ഓഫ് ബി എന്ന് കൊടുക്കുകയാണെ. ഓക്കെ, n ഓഫ് ബി ആണ് എന്തെന്ന് വിചാരിക്കുക, n ഓഫ് ബി ആണ് എന്താ 2. ബി എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് 2 എന്ന് വിചാരിക്കുക. n ഓഫ് ബി ആണ് എന്തെന്ന് വിചാരിക്കുക 2. ഓക്കെ, n ഓഫ് ബി = 2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ n ഓഫ് പവർ സെറ്റ് ഓഫ് ബി, ബി എന്ന് പറയുന്ന സെറ്റില് 2 എലമെന്റ്സ് ഉണ്ട്. ബി = സെറ്റ് 1 2 2⁻², ഇവിടെ n 2 ആണ്. സോ 2⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 4 നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. 4 സബ്സെറ്റ്സ് ആണ് ആർക്കുണ്ടാവുക, 2 എലമെന്റ്സ് ഉള്ള സെറ്റിന് ഉണ്ടാവുക. പവർ സെറ്റിൽ 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ആ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സം ഇമ്പോർട്ടന്റ് റിസൾട്ട്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയ റിസൾട്ടുകൾ ഇതൊക്കെ തന്നെയാണ്. എ സബ്സെറ്റ് ഓഫ് എ ആണ് അല്ലെ, ഏത് സെറ്റും അതിന്റെ തന്നെ എന്താണ്, സബ്സെറ്റ് ആണ്. ഇനി എ ബിയുടെ സബ്സെറ്റും ബി സിയുടെ സബ്സെറ്റും ആണെങ്കിൽ എ ആരുടെ സബ്സെറ്റ് ആയിരിക്കും, സിയുടെ സബ്സെറ്റ്. കേട്ടോ, നമ്മുടെ ബിയുടെ ഉള്ളിലാണ് ഈ വന്നിരിക്കുന്നത്. ബിയുടെ ഉള്ളിലുള്ള ഒരു ആളാണ് എ. ബി എയിലുള്ള ഉള്ളത് സിയുടെ ഉള്ളിലാണ്, ബി ഉള്ളത് സിയുടെ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ എ ആരുടെ ഉള്ളിലുള്ളത്, സിയുടെ ഉള്ളിൽ. സോ എ ആരുടെ സബ്സെറ്റ് ആണെന്ന് പറയാം, സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. സോ അത് അവിടെ റിലവന്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷനെ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്നാണ് പറയാം. എ റിലേറ്റഡ് ടു ബി ആണ് ഇവിടെ, എ സബ്സെറ്റ് ഓഫ് ബി. ബി റിലേറ്റഡ് ടു സി ആണ്, കാരണം ബി ഇസ് എ സബ്സെറ്റ് ഓഫ് സി ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ റിലേറ്റഡ് ടു സി, എ ഇസ് എ സബ്സെറ്റ് ഓഫ് സി. അങ്ങനെയുള്ള റിലേഷനെ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സബ്സെറ്റ് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഇനി എ ബിയുടെ സബ്സെറ്റ് ആയി, ബി എയുടെയും സബ്സെറ്റ് ആയി. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്, ബിയിലുണ്ട്. ബിയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്, എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, എയും ബിയും എന്തായേ പറ്റുള്ളൂ, ഈക്വൽ ആയേ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എ എന്ന് പറയുന്ന സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും, 2n എലമെന്റ്സ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം എക്സാമ്പിൾ ആണ്, ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അതാ അടുത്തത് എന്താ നോക്കിയേ, കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എന്താണ് കോൺവെക്സ് സെറ്റ്?
അപ്പൊ അത്രയേ ഉള്ളൂ. ഈ കോൺവെക്സ് സെറ്റ് ഇൻ എ സ്പേസ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. അതായത് ഒരു സ്പേസിലെ സെറ്റിനെയാണ് നമ്മൾ കോൺവെക്സ് സെറ്റ് ആയി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു സെറ്റ് ആണ്. ഈ ഗ്രീൻ കളറിൽ ഒരുപാട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു കുറെ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്. ഈ ഗ്രീൻ ഏരിയ എന്ന് പറയുന്നത് കുറെ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്. ഓക്കെ, ഈ ഗ്രീൻ ഏരിയ ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഗ്രീൻ ഏരിയന്റെ ഉള്ളിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ്, ഞാൻ ഒരു എക്സും എടുത്തു ഒരു വൈയും എടുത്തു, ഇങ്ങനെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്താൽ അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ കംപ്ലീറ്റ്ലി ആ സെറ്റിന്റെ ഉള്ളിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഈ ഗ്രീൻ ഈ റീജിയൻ നമ്മൾ എടുത്താൽ ഈ റീജിയനിൽ എവിടെ രണ്ട് പോയിന്റ്സ് നമ്മൾ പ്ലേസ് ചെയ്താലും ആ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്തൊരു ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഗ്രീൻ ഏരിയയിൽ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഗ്രീൻ സ്പേസ് കാണിച്ചിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റ് ആണ്. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണ് എന്റെ സെറ്റ് വരുന്നത്. ഞാൻ ഇവിടെ നിന്നൊരു പോയിന്റ്, ഇവിടെ നിന്നൊരു പോയിന്റ് എടുത്തു. ഇതിനെ ഞാൻ നീട്ടി വരയ്ക്കാണ് കേട്ടോ. ഇതിനെ ഞാൻ നീട്ടി വരയ്ക്കുമ്പോൾ ഇത്ര എന്റെ സെറ്റിന്റെ വെളിയിലാണ് വന്നിരിക്കുന്നത്, ഈ ലൈൻ്റെ അല്ലെ. ഇത് മാത്രമല്ലേ എന്റെ സെറ്റ്, ഇത് മാത്രമേ എന്റെ സെറ്റ്, ഇത്രയും പാർട്ട് നമ്മുടെ സെറ്റിന്റെ പുറത്ത് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്തല്ല, ഇത് കോൺവെക്സ് അല്ല, നോട്ട് എ കോൺ ഏരിയ കാണിച്ചിരിക്കുന്നത് ഒരു കോൺവെക്സ് സെറ്റ് ആണ്. ഏത് രണ്ട് പോയിന്റും നമുക്ക് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ച ആ ലൈൻ കംപ്ലീറ്റ് ആ സെറ്റിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെറ്റുകളാണ് കോൺവെക്സ് സെറ്റ് എന്ന് പറയുന്നത് ജോമെട്രിക്കലി. ഓക്കെ, ഇത് അവിടെ കറക്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ കോൺവെക്സ് സെറ്റിന്റെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തത് ഒരു കോൺവെക്സ് സെറ്റ് ഒന്നും അല്ല. കാരണം പി ക്യൂവും ഇത്രയും റീജിയൻ നമ്മുടെ സെറ്റിന്റെ പുറത്ത് പോയി, സോ അതല്ല കോൺവെക്സ് അല്ല. ഇനി നമുക്ക് നമ്മുടെ ആൾജിബ്രായിക്കലി പറയാൻ വേണ്ടി പറ്റും, ഒരു സെറ്റ് കോൺവെക്സ് ആണെങ്കിൽ നമ്മൾ ഏത് രണ്ട് പോയിന്റ് എടുത്താലും x1 വരയ്ക്കുന്ന ലൈൻ ഈ ഒരു രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈൻ കംപ്ലീറ്റ്ലി എവിടെ ഉണ്ടായിരിക്കണം? ആ ഒരു സെറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പം x1 x2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് നമ്മളൊരു സെറ്റ് എസ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എങ്കിൽ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ x1 ആൻഡ് x2. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1നെയും x2നെയും കണക്ട് ചെയ്ത് വരുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? algebraically if x1 and x2 are two numbers in the set S, then all the points on the straight line joining x1 and x2 which can be represented as lambda x1 plus 1 minus lambda x2. അതായത് x1ഉം x2ഉം ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ലൈൻ സെഗ്മെന്റിൽ വരുന്ന എല്ലാ പോയിന്റ്സിനെയും നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2. ഇവിടുത്തെ ലാംഡയുടെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം എന്ന് മാത്രം. ഈ റിയൽ നമ്പറും എടുക്കാം 0ന്റെയും 1ന്റെയും ഇടയിൽ നിന്ന്. ലാംഡയുടെ വാല്യൂ 0 ആണെങ്കിൽ ലാംഡ x1 പ്ലസ് 1 മൈനസ് ഇതെന്ത് വരും? 0 into x1 പ്ലസ് 1 minus 0 into x2 that is equal to 1 into x2 equal to x2. So ലാംഡയുടെ വാല്യൂ നിങ്ങൾ 0 കൊടുത്താൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടും? ലാംഡ into x1 1 into x1 x1 എന്ന് വരും പ്ലസ് 1 minus lambda into x2 1 minus 1 0 0 into x2 0 എന്ന് വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? x1 എന്ന് വരും. അപ്പൊ ലാംഡ 0 ആണെങ്കിൽ x2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും, ലാംഡ 1 ആണെങ്കിൽ x1 എന്നുള്ള പോയിന്റ് കിട്ടും. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു നമ്പർ എടുത്താൽ ലാംഡ 0.5 ഒക്കെ എടുത്താൽ ഈ രണ്ട് പോയിന്റ്സിന്റെ കറക്റ്റ് മിഡിലുള്ള പോയിന്റ് ആണ് നമുക്ക് കിട്ടുക. ലാംഡ 1 ആണെങ്കിൽ x1 കിട്ടും, ലാംഡ 0 ആണെങ്കിൽ x2 കിട്ടും, ലാംഡ 0.5 ആണെങ്കിൽ കറക്റ്റ് മിഡിൽ വരുന്ന ആ ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി വേറെ ലാംഡാസ് ഇതിനിടയിലുള്ള ലാംഡാസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ലൈൻ സെഗ്മെന്റിലെ ബാക്കിയുള്ള കംപ്ലീറ്റ് പോയിന്റ്സും കിട്ടും കേട്ടോ. ജസ്റ്റ് അത് ആൾജിബ്രായിക്കലിയും ജോമെട്രിക്കലിയും എന്ത് ചെയ്യാം? മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി ക്വാണ്ടിഫയേഴ്സ്, ലോജിക്കൽ സിമ്പിൾസ്, ഓപ്പറേറ്റേഴ്സ്, ഈ കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ക്വാണ്ടിഫയർ ഫോർ എവരി എക്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക, ഈ നേരെ തിരിച്ചിട്ടുള്ള പോലെ സിമ്പിൾ അല്ലെ. ഇതിന് നമ്മൾ വായിക്കുക എന്താ? ഫോർ ഓൾ എക്സ് അല്ലെങ്കിൽ ഫോർ എവരി എക്സ് എന്നാണ് നമ്മൾ വിചാരിക്കുക, അല്ല സോറി വായിക്കാം. എന്നിട്ട് നോട്ടേറ്റ് ചെയ്ത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ്, സ്മോൾ എക്സ് എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ എക്സിലെ എലമെന്റ്സിനും ബാധകമാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് സ്മോൾ എക്സ്, അല്ലെങ്കിൽ ആ എലമെന്റിനെ നൊട്ടേറ്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് സ്മോൾ എക്സ്. അപ്പൊ ഈ സ്മോൾ എക്സ് നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സിലെ എലമെന്റ്സിനെയാണ്. അപ്പം എല്ലാ എലമെന്റ്സിനെയും ക്യാപിറ്റൽ എക്സിലുള്ള എല്ലാ എലമെന്റ്സിനും ബാധകമാകുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഫോർ ഓൾ എക്സ് എന്ന് പറയും. അതാണ് ഈ ക്വാണ്ടിഫയർ മീൻ ചെയ്യുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയാണ്, നമുക്ക് സെറ്റ് തന്നു, സെറ്റ് 0 1 4 എക്സെട്ര എന്ന് പറയുന്ന ഒരു സെറ്റ്. ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻഡിജേഴ്സിന്റെ സ്ക്വയർ ആണ്, ഏതെങ്കിലുമൊക്കെ ഇൻഡിജേഴ്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ദി സെറ്റ്, ഈ സെറ്റ് സ്ക്വയർ ഇൻഡ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റില് ഏത് എലമെന്റ് എടുത്താലും, ഫോർ എവരി എല്ലാവരും സെറ്റിലെ ഏത് എലമെന്റ് നമ്മൾ എടുത്താലും എക്സ് ഈ സെറ്റിലെ എലമെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും അയാൾ ഏത് ഫോമിലാണ്? ഒരു വൈ സ്ക്വയർ ഫോമിലാണ് ഉള്ളത്. ആ വൈ ആരാണ്? ഇൻഡിജർ. ഇൻഡിജറിന്റെ
സ്ക്വയർ ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ? അപ്പൊ നമ്മളത് കാണിച്ചു. ഫോർ ഓൾ എക്സ് ഇൻ ദ സ്ക്വയർ ഇൻ ഈ ഒരു സെറ്റിലെ ഏത് എക്സ് എടുത്താലും ആ എക്സ് ഒരു വൈയുടെ സ്ക്വയർ ആയി നിൽക്കുന്നു. ആ വൈ ആരാണ്? ഇന്റിജർ ആണ് അല്ലെ? 0 സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയറും ആണ്, -1ന്റെ സ്ക്വയറും ആണ്. 4 2ന്റെ സ്ക്വയറും ആണ്, -2ന്റെ സ്ക്വയറും ആണ്. സോ ഈ സ്ക്വയർ ഇൻഡ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ ആൾക്കാരും ഇന്റിജറിന്റെ സ്ക്വയർ ആയി നിൽക്കുവാണ്. അടുത്ത ക്വാണ്ടിഫയർ ഇതാ ഇവിടെ കൊടുത്തു. ദർ എക്സിസ്റ്റ് എന്നാണ് പറയുക. ദർ എക്സിസ്റ്റ് എക്സ് എന്നുള്ളതാണ്. ഇത് നോട്ടേറ്റ് ചെയ്യുക ഫോർ സം എക്സ് ഇൻ എക്സ് എന്നാണ്. അപ്പം എല്ലാവർക്കും അല്ല, കുറച്ചു പേർക്കൊക്കെ ബാധകമാകുന്ന ഒരു കാര്യം വരുവാണ്. കുറച്ച് ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എക്സ് എന്ന് പറയുന്ന സെറ്റിലെ കുറച്ച് എലമെന്റ്സിന് ബാധകമാകുന്ന കാര്യം വരുവാണെങ്കിൽ നമ്മൾ ഈ ചിഹ്നമാണ് യൂസ് ചെയ്യുക. എല്ലാവർക്കും ബാധകമാണെങ്കിൽ ഫസ്റ്റത്തെ ക്വാണ്ടിഫയർ, ആർക്കെങ്കിലും ഒക്കെ ഉള്ളൂ എങ്കിൽ ദർ എക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ക്വാണ്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുമ്പോൾ സെയിം സെറ്റ് തരുന്നു 0 1 4 എന്ന് പറയുന്ന ആ ഒരു സെറ്റ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് സം എലമെന്റ് ഓഫ് സ്ക്വയർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100 അല്ലെ? ഈ സെറ്റിൽ 0 1 4 9 പോകുന്ന ഈ സെറ്റിലെ കുറച്ച് എലമെന്റ്സ് ഒക്കെ 100-നേക്കാളും വലുതാണ്. ബിക്കോസ് 144 ആൻഡ് മെനി അതർ മെമ്പേഴ്സ് ഓഫ് സ്ക്വയർ ഇൻ ആർ ഗ്രേറ്റർ ദാൻ 100 ആണ്. കാരണം ഈ സെറ്റ് ചെയ്തുവാണെങ്കിൽ 0 1 4 9 ഇങ്ങനെ പോയി ഈ സെറ്റിൽ 100 വരും, അങ്ങനെ പോകും. അപ്പൊ ഇതിലെ കുറച്ച് എലമെന്റ്സ് ഒക്കെ 100ന്റെ മുകളിലുള്ള ആൾക്കാരാണ്. 100-നേക്കാളും അവരെന്താണ്? 100-നേക്കാളും തിരിച്ചെഴുതണ്ട അല്ലെ? 100-നേക്കാളും അവരെന്താണ്? വലുതാണ്. അപ്പൊ കുറച്ച് പേരൊക്കെ 100-നേക്കാളും വലുതാണ്. അതെങ്ങനെ ഇരുന്ന് വെച്ചാൽ ദർ എക്സിസ്റ്റ് സം എക്സ് ഇൻ സ്ക്വയർ ഇൻഡ്. ദർ എക്സിസ്റ്റ് അല്ലെ? കുറച്ച് പേരൊക്കെ എവിടെയുണ്ട്? സ്ക്വയർ ഇൻഡ് എന്ന് പറയുന്ന ഒരു സെറ്റിലുണ്ട്. സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0. കുറച്ച് എക്സുകൾ, കുറച്ച് എലമെന്റ്സ്, സെറ്റിലെ കുറച്ച് എലമെന്റ്സ് എന്താണ്? എക്സ് 100-നേക്കാളും വലുതാണ്. അപ്പൊ അതിങ്ങനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്ത് എല്ലാവർക്കും ബാധകമല്ല, കുറച്ച് പേർക്കേ ബാധകമുള്ളൂ. അതുകൊണ്ടാണ് ഈ ചിഹ്നം നമ്മൾ യൂസ് ചെയ്തത്. ഈ ഒരു ക്വാണ്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ബാധകമാണെങ്കിൽ ഈ ക്വാണ്ടിഫയർ തിരിച്ചിട്ടുള്ള ഈ ഒരു ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ക്വാണ്ടിഫയർ രണ്ടും നോക്കി വെക്കാം. അടുത്തത് ദർ ഡസന്റ് എക്സിസ്റ്റ് എന്നാണ്. ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ എക്സ് ഇൻ എക്സ് ഓർ ദർ ഈസ് നോ എക്സ് ഇൻ എക്സ് വിച്ച് സാറ്റിസ്ഫൈസ് എന്നാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന സെറ്റില് ഒരു എലമെന്റും നമുക്ക് പറഞ്ഞ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. എന്റെ സ്ക്വയർ ഇൻഡ് എന്ന് പറയുന്ന സെയിം എക്സാമ്പിൾ എടുത്തു. 0 1 4 9 എക്സെട്ര. എടാ ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് നെഗറ്റീവ് ആവോ? ഇതിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എലമെന്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാം പോസിറ്റീവാ. ഈ ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സും പോസിറ്റീവ് ആണ്. ഈ സെറ്റിൽ ഒരു നെഗറ്റീവ് നമ്പറും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക? ദർ ഡസന്റ് എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു സ്ക്വയർ ഇൻഡ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 0. സ്ക്വയർ ഇൻഡ് എന്ന് പറയുന്ന സെറ്റില് ഒരു എക്സും ഇല്ല. ഇങ്ങനെയായിട്ട് എക്സ് 0-നേക്കാളും ചെറുതായിട്ട്. അപ്പൊ 3 ക്വാണ്ടിഫയേഴ്സ് ആയി കേട്ടോ. ഒന്ന് ഫോർ എവരി, പിന്നെ ദർ എക്സിസ്റ്റ്, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ്. 3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലേക്ക് നമ്മൾ പോവാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഫസ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ ആണ് കേട്ടോ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പി ശരിയാണെങ്കിൽ ക്യൂ ശരിയാണ്. അതാണ് അതിന്റെ മീനിങ്. നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം. ഇഫ് പി ശരിയാണെങ്കിൽ ദെൻ ക്യൂ. ക്യൂ എന്താണ്? ശരിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ പിയും ക്യൂ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇഫ് പി then Q. If P then Q. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുക P implies Q എന്ന് പറഞ്ഞിട്ടാണ്. P ശരിയാണെങ്കിൽ ആരും ശരിയാവും, Qവും ശരിയാവും. രണ്ടാമത്തെ ഡബിൾ ഇംപ്ലിമെന്റ് എവിടെ വന്നിരിക്കുന്നത്? ഇതിന്റെ അർത്ഥമേ ഉള്ളൂ P ശരിയാണെങ്കിൽ Q ശരിയാണ്, അതേപോലെ Q ശരിയാണെങ്കിൽ P എന്തായിരിക്കും? ശരിയായിരിക്കും. രണ്ട് സൈഡിലേക്കും ഇംപ്ലിക്കേഷൻ വരും. ഇവിടെ ഒരു സൈഡിലേക്ക് ഏറോ മാർക്ക് ഉള്ളൂ, അതുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇംപ്ലിക്കേഷൻ വരുന്നുള്ളൂ ഫസ്റ്റ് കേസ്. രണ്ട് സൈഡിലേക്കും ഏറോ മാർക്ക് വരുന്ന രണ്ടാമത്തെ കേസിൽ രണ്ട് ഭാഗത്തേക്കും എന്ത് വരുന്നുണ്ട്? ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ പി ഡബിൾ ഇംപ്ലിമെന്റ് ക്യൂ എന്നുള്ളതിന് നമ്മൾ വായിക്കാം പി ഇഫ് ആൻഡ് ഓൺലി ക്യൂ എന്നാണ്. പി ശരിയാണെങ്കിൽ ഉറപ്പായും ആര് ശരിയായിരിക്കും? ക്യൂ ശരിയായിരിക്കും. അതുപോലെ ക്യൂ ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും ആര് ശരിയായിരിക്കും? പി ശരിയായിരിക്കും. ഓക്കെ. അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. പി ഇഫ് ആൻഡ് ഓൺലി ക്യൂ വായിച്ചാൽ മതി. ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. അത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂവും ഇംപ്ലൈ ചെയ്യും. പി ശരിയാണെങ്കിൽ ക്യൂ ശരിയാണ്, അതുപോലെ ക്യൂ ശരിയാണെങ്കിൽ പിയും എന്താണ്? ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. The statement if x is an integer then its square is a non-negative integer. നമുക്കറിയാം x ഒരു ഇന്റീജർ ആണെങ്കിൽ, if x is an integer, x ഒരു ഇന്റീജർ ആണെങ്കിൽ then നമുക്ക് എന്ത് പറയാം? സ്ക്വയർ is a non-negative integer. സംശയം ഉണ്ടാ കാര്യത്തിൽ x ഒരു ഇന്റീജർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സ്ക്വയർ എന്ത് ആവുള്ളൂ? ഒരു നോൺ നെഗറ്റീവ് ഇന്റീജറേ ആവുള്ളൂ അല്ലെ. ഒരു 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ഇന്റീജർ ആവാം, അല്ലാതെ നെഗറ്റീവ് ഇന്റീജർ ഒന്നും ഒരു ഇന്റീജറിന്റെ സ്ക്വയർ ആയി വരില്ല. അപ്പൊ ഇവിടെ നമുക്കറിയാം if x is an integer then its square is a non-negative integer. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് എങ്ങനെ നോട്ടേറ്റ് ചെയ്യാന്ന് പറയുന്നത്? ഏത് ഇന്റീജർ എടുത്താലും ഫോർ എവരി എക്സ് ഇൻ സെറ്റ്, അതായത് ഏത് ഇന്റീജർ എടുത്താലും, അതാണ് ഇതിന്റെ മീനിങ്. സെറ്റ് എന്ന് പറയുന്ന സെറ്റിന്ന് ഏത് എലമെന്റ് എടുത്താലും, സെറ്റ് എന്ന് പറയുന്ന സെറ്റിൽ എല്ലാം ഇന്റീജേഴ്സ് ആണ്. അങ്ങനെ ആരെ നമ്മൾ എടുത്താലും അത് എംപ്ലൈ ചെയ്യുന്നത് എന്താണ്? അതിന്റെ സ്ക്വയർ, നമ്മൾ എടുത്ത എക്സിന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എടുത്ത ഇന്റീജറിന്റെ സ്ക്വയർ ഉറപ്പായിട്ടും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. ഒരിക്കലും അത് നെഗറ്റീവ് ആയില്ല. അതാണ് ഒന്നാമത്തെ ആളെ നമ്മൾ ഇതൊരു മാക്സിന്റെ ഫോമിൽ മാറ്റിയത്. രണ്ടാമത്തെ നോക്കിക്കോ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 100.
എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയാണ് കേട്ടോ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒക്കെ എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 10 ഓർ എക്സ് ഈക്വൽ ടു -10. അതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ 100 എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ, അതിന്റെ സ്ക്വയർ എന്താണ് 100. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ 10 ആയിരിക്കണം അല്ലെങ്കിൽ -10 ആയിരിക്കണം അല്ലെ. എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ അത് എന്ത് ഇംപ്ലൈ ചെയ്യും, ഒന്നെങ്കിൽ എക്സ് ഈക്വൽ ടു 10 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -10. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഇൻഡിക്കേഷൻ ഓക്കെ. ഇനി നേരെ തിരിച്ച് ഓക്കെ ആവണം, അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എക്സിന്റെ വാല്യൂ 10 എക്സിന്റെ വാല്യൂ -10 ആണെങ്കിലും എക്സ് സ്ക്വയർ എന്തായിരിക്കും, 100 ആയിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്, സംശയമുണ്ടോ. എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ ഒന്നെങ്കിൽ എക്സ് 10 അല്ലെങ്കിൽ എക്സ് -10. നേരെ തിരിച്ചും പറയാം, എക്സ് 10 എക്സ് -10 ആണെങ്കിലും അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എത്രയായിരിക്കും, 100 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി യൂസ് ചെയ്യാം, രണ്ട് സൈഡിലേക്കും ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, the notation for this true is x square equal to 100 implies x equal to 10 or x equal to -10. സോ അതിന്റെ നൊട്ടേഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഡബിൾ ഇംപ്ലിക്കേഷൻ ആ സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് റീപ്ലേസ് ചെയ്തിട്ടും അത് അവിടെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബുക്കിൽ കേട്ടോ. ഓൾസോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എക്സ് 10 ആണെങ്കിൽ അത് എന്ത് ഇംപ്ലൈ ചെയ്യും, എക്സ് സ്ക്വയർ 100 ആണ് ഇംപ്ലൈ ചെയ്യും. ഇത് ശരിയാണ്. എക്സ് 10 ആണെങ്കിൽ ഉറപ്പായും അതിന്റെ സ്ക്വയർ എന്ത് ആവുള്ളൂ, 100 ആവുള്ളൂ. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ അത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു, എക്സ് ഈക്വൽ ടു 10 എന്ന് ഇംപ്ലൈ ചെയ്യുന്നു. ഇത് ശരിയാണോ. എക്സ് സ്ക്വയർ 100 ആണ്, അത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു, എക്സ് ഈക്വൽ ടു 10. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, ഒരിക്കലും ഇല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എക്സ് സ്ക്വയർ 100 ആണെന്ന് കരുതി എക്സ് എന്താവണം നിർബന്ധമില്ല, 10 ആവണം എന്ന് നിർബന്ധമില്ല. കാരണം -10ന്റെ സ്ക്വയറും 100 ആണ്. മേ ബി എക്സിന്റെ വാല്യൂ എന്താവാം, -10 ആവാം. അത് 10 തന്നെ ആവണം എന്നില്ല, നിർബന്ധമില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയുള്ളൂ. പക്ഷെ എക്സ് ഈക്വൽ ടു 10 ആണെങ്കിൽ ഉറപ്പായും അതിന്റെ സ്ക്വയർ 100 ആവും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ലോജിക്കൽ ഓപ്പറേറ്ററും ആയി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ക്ലിയർ അല്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ എടുത്തിട്ട് കാണാം, ഒന്നും കൂടെ വായിച്ചു നോക്കുക. ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ആ വീഡിയോ ഭാഗം കണ്ടു തീർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് റിലേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. 8ഉം 15ഉം തമ്മിലുള്ള റിലേഷൻ. 8 15നേക്കാൾ എന്താണ്, ചെറുതാണ്, ലെസ് ദാൻ സിമ്പിൾ ആണ് കേട്ടോ. ഇതിന്റെ അർത്ഥം എന്താ, 8 15നേക്കാൾ എന്താണ്, ചെറുതാണ്. മറ്റൊരു റിലേഷൻ 8ഉം 15ഉം എന്തല്ല, ഈക്വൽ അല്ല. അതൊരു റിലേഷൻ ആണ്. 8ഉം 15ഉം എന്തല്ല, ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ ഈ രണ്ട് റിലേഷനും നമ്മൾ അവ തമ്മിലുള്ള ബന്ധം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പുതിയ നമ്പർ ക്രിയേറ്റ് ആവുകയൊന്നും ചെയ്യുന്നില്ല. 8ഉം 15ഉം തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞു. ഇവിടെ പുതിയൊരു നമ്പർ ഒന്നും അല്ലെങ്കിൽ പുതിയൊരാളൊന്നും ക്രിയേറ്റ് ആവുന്നൊന്നുമില്ല. ഓക്കെ, ആദ്യമേ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു റിലേഷൻ ഒന്നെങ്കിൽ ശരിയാവാം അല്ലെങ്കിൽ എന്താവാം, തെറ്റാവാം. ഈ റിലേഷൻ റിട്ടേൺസ് എ ട്രൂ വാല്യൂ ഓർ ഫോൾസ്. ഒന്നെങ്കിൽ റിലേഷൻ ശരിയാവാം അല്ലെങ്കിൽ റിലേഷൻ എന്താവാം, തെറ്റാവാം. ഒന്നാമത്തെ റിലേഷൻ നോക്കിയേ, 3 ലെസ് ദാൻ 5 ട്രൂ അല്ലേ. 3 5നേക്കാളും എന്താണ്, താഴെയാണ് പറയുന്ന ഈ ഒരു റിലേഷൻ തെറ്റല്ലേ, കാരണം 7 ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ അതൊരു ഫോൾസ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഒരു റിലേഷൻ ഒന്നെങ്കിൽ നമുക്ക് ഒരു ട്രൂ വാല്യൂ തരാം അല്ലെങ്കിൽ ഒരു ഫോൾസ് വാല്യൂ തരാം. എന്നാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനും ഓപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. റിലേഷൻ ജസ്റ്റ് അവ തമ്മിലുള്ള ബന്ധം, അതൊന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇനി എന്താണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കിയെടുക്കും. രണ്ട് നമ്പേഴ്സ് തന്നു, നേരത്തെ 8ഉം 15ഉം തന്നു. അപ്പൊ അത് തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടു അല്ലെ. 8 നോട്ട് ഈക്വൽ ടു 15ഉം കണ്ടു, 8 ലെസ് ദാൻ 15ഉം കണ്ടു. ആ റിലേഷൻസ് കണ്ടു. ഇനി നമ്മൾ ഓപ്പറേഷൻ നോക്കാൻ പോവാണ്. അതിലൊരു ഓപ്പറേഷൻ ആണ് പ്ലസ്. 8ഉം 15ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അവിടുത്തെ ഓപ്പറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്ലസ് ആണ്. അപ്പൊ 8ഉം 15ഉം കൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കുകയാണ് അണ്ടർ പ്ലസ്. ഓപ്പറേഷൻ പ്ലസ് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ 8ഉം 15ഉം കൂടി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ നമ്പർ ആയ 23 കിട്ടും. റിലേഷനിൽ ഒരു പുതിയ ആള് നമ്പർ ഫോം ചെയ്യുന്നില്ല, പക്ഷേ ഓപ്പറേഷനിൽ ഒരു പുതിയ നമ്പർ എന്തുണ്ടാവുന്നുണ്ട്, ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇനി 8ഉം 15ഉം തമ്മിലുള്ള മറ്റൊരു ഓപ്പറേഷൻ മൈനസ് എന്ന് പറയുന്ന സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ 8ലും 15ലും അപ്ലൈ ചെയ്തപ്പോ നമുക്ക് 8 - 15 ഒരു പുതിയ നമ്പർ -7 കിട്ടി. അപ്പം ഓപ്പറേഷന്റെ കേസിൽ നമുക്കൊരു പുതിയ ആള് നമ്പർ എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവുക കേട്ടോ. അപ്ലൈ ദ ഓപ്പറേഷൻ ഓഫ് പ്ലസ് വി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 നമ്പേഴ്സ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് എങ്കിലും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലസിനെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. ബൈനറി എന്ന് വെച്ചാൽ 2 എന്നാണ് മീനിങ്. പ്ലസ് അപ്ലൈ ചെയ്യാൻ 2 പേരുടെ ആവശ്യം ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്നാണ് പറയാം. അപ്പൊ മൈനസും എന്ത് തന്നെയാണ്, ബൈനറി ഓപ്പറേഷൻ ആണ്. കാരണം മൈനസ് അപ്ലൈ ചെയ്യണമെങ്കിലും 2 നമ്പേഴ്സിന്റെ ആവശ്യമുണ്ട്. എന്നാൽ സ്ക്വയർ റൂട്ട് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ ഒരു 25 ഇട്ടു, അതിന് എത്രയാ, 3 ആണ്. സോ സ്ക്വയർ റൂട്ടിനുള്ളിൽ നമുക്ക് ഒരു നമ്പറിന്റെ ആവശ്യമേ ഉള്ളൂ, ഒറ്റ നമ്പറിന്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ യൂണറി എന്നാണ് പറയാം. കാരണം അവിടെ ഒറ്റ നമ്പറിന്റെ ആവശ്യമേ ഉള്ളൂ. ഒറ്റ നമ്പറിന്റെ ആവശ്യമാണ് ഓപ്പറേഷൻ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ യൂണറി എന്ന് പറയും.
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി ക്രോസ് പ്രൊഡക്റ്റ്, ഇതിന്റെ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണുള്ളത്. എന്റെ അടുത്ത് A1 എന്ന് പറയുന്ന ഒരു സെറ്റ് 3,4 ആണ്. A1-ന്റെയും A2-ന്റെയും ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് സെറ്റാണ്, ഇതൊരു സെറ്റാണ്. സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡേർഡ് പെയർ എഴുതണം. സെറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആരെ എഴുതുക? ഇവിടെ 2 സെറ്റേ ഉള്ളൂ, A1ഉം A2ഉം. അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഡേർഡ് പെയർ എഴുതുകയാണ്. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 2 എലമെന്റ്, ഇതാണ് ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. അതില് 2 എലമെന്റ്സ് എഴുതണം. രണ്ടാമത്തെ എലമെന്റ് A2 എന്ന് വരണം. അപ്പൊ ആ തരത്തിൽ നമ്മൾ ഓർഡർ പെയർസ് എഴുതി പോകുന്നതിനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വേറൊരു പേരും കൂടി ഉണ്ട്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നും കേട്ടോ. അപ്പൊ ആദ്യത്തെ ആളെ എടുക്കുക, A1-ൽ ആദ്യത്തെ ആള് 1. സോ 1 ഇട്ടു A1 എന്ന് പറയുന്ന സെറ്റ്. A2 എന്ന് പറയുന്ന സെറ്റിൽ 3ഉം 4ഉം ഉണ്ട്. 1-നെ 3ഉം ആയിട്ട് പെയർ ചെയ്യിക്കാം, 1-നെ 4ഉം ആയിട്ടും എന്ത് ചെയ്യാം? പെയർ ചെയ്യിക്കാം. അപ്പൊ നമുക്ക് 2 ഓർഡേർഡ് പെയർ കിട്ടും. 1-നെ 3ഉം ആയിട്ട് ചെയ്യുമ്പോൾ 1,4 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. ഇനി നമ്മൾ 2 വെച്ച് ചെയ്യുവാണെങ്കിൽ 2ഉം 3ഉം കൂടെ ചെയ്യുമ്പോൾ 2,3 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് ചെയ്യുക. അപ്പൊ A1 ക്രോസ് A2 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തും? അവിടെ ഓർഡേർഡ് പെയർസ് ചെയ്തും. ആ ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് വരുന്നത് A1-ൽ നിന്നും സെക്കൻഡ് എലമെന്റ് വരുന്നത് A2-ൽ നിന്നുമാണ്. അപ്പൊ ഇൻ ജനറൽ കേസ് നമുക്ക് എത്ര സെറ്റുകളെയും ഇതുപോലെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. A1 ക്രോസ് A2 ക്രോസ് AN വരെ നമുക്ക് ചെയ്യാം. ആ കേസിൽ n എലമെന്റ്സ് വരുന്ന ഇങ്ങനെയുള്ള ഒരു ഓർഡേർഡ് ട്രിപ്പിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓർഡേർഡ് n ട്രിപ്പിൾ എന്നാണ് അവരെ പറയാം. n നമ്പർ ഓഫ് ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ വരും. അതിൽ A1 ഈ ക്യാപിറ്റൽ A1-ൽ നിന്ന് വരും, A2 ക്യാപിറ്റൽ A2 എന്ന് വരും, ലാസ്റ്റത്തെ ക്യാപിറ്റൽ AN-ൽ നിന്നായിരിക്കും സ്മോൾ AN വരിക. ആ ഒരു പാറ്റേണിലാണ് നമുക്ക് അവരെ കിട്ടുന്നത്. സോ ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ്. എവിടെയെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആ ഭാഗം എടുത്ത് കാണുക ആൻഡ് സ്വന്തമായി ഒന്നും കൂടെ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക കേട്ടോ. So thank you for watching this video.